ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് എന്ന യൂണിറ്റിലെ ലാസ്റ്റത്തെ പോർഷൻ ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആ ഒരു ഏരിയ ആണ്. അതായത് രണ്ട് അപ്രോച്ചസ് ആണുള്ളത്. ഒന്ന് ക്വാളിറ്റേറ്റീവും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവും. ക്വാളിറ്റേറ്റീവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇന്ന് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. Quantitative research. Quantitative research support natural science model, which means that the logic and proceedings of the natural science are taken to provide an epistemological standard against which empirical research in social sciences are evaluated before it can be treated as valid knowledge. അതായത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ സയൻസ് മോഡലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ഇത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എന്താ നമ്മുടെ ഡർക്കീമിന്റെ ഒക്കെ അഭിപ്രായത്തിൽ സോഷ്യൽ സയൻസും നാച്ചുറൽ സയൻസും എൻറ്റയർലി ഡിഫറെന്റ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് നാച്ചുറൽ സയൻസ് മോഡലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. അതായത് നമ്മുടെ നാച്ചുറൽ സയൻസിന്റെ യുക്തിയും അതുപോലെ തന്നെ ആ നടപടിക്രമങ്ങളും എല്ലാം നമ്മുടെ ഈ ഒരു സോഷ്യോളജിക്കൽ റിസർച്ചിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലുള്ള ഓരോ മെത്തേഡ്സ് ആണ് പറയുന്നത്. ഈ റിസർച്ച് നടത്താൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് സർവേ മെത്തേഡ്, എക്സ്പെരിമെന്റ് മെത്തേഡ്, അനാലിസിസ് ഓഫ് പ്രീവിയസ്ലി കളക്റ്റഡ് ഡാറ്റ, സ്ട്രക്ചറൽ ഒബ്സർവേഷൻ, കണ്ടന്റ് അനാലിസിസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം മെത്തേഡ്സ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഉപയോഗിക്കുന്നത്. സർവേ മെത്തേഡ് നമുക്കറിയാം എന്ത് ചെയ്യാണ്, സർവേ എടുക്കുക, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. പിന്നെ എക്സ്പെരിമെന്റ് മെത്തേഡ് എന്തെങ്കിലും ഒരു പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാം. then അനാലിസിസ് ഓഫ് പ്രീവിയസ്ലി കളക്റ്റഡ് ഡാറ്റ, നമുക്ക് മുൻപ് കിട്ടിയിട്ടുള്ള ആ ഡാറ്റയുടെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ച് കണ്ടക്ട് ചെയ്യാം. then സ്ട്രക്ചറൽ ഒബ്സർവേഷൻ, അതായത് പ്രീ ഡിറ്റർമിൻഡ് ഷെഡ്യൂൾ ആയിരിക്കും. അതായത് ആദ്യമേ മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തുക. then കണ്ടന്റ് അനാലിസിസ്, അതായത് നമുക്ക് മീഡിയാസ് ഒക്കെ ലൈക്ക് ന്യൂസ് പേപ്പർ പോലെയുള്ള മീഡിയാസിലും കാര്യങ്ങളിലൊക്കെ ഉള്ള ഓരോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ചിൽ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള വേരിയസ് മെത്തേഡ്സ് ആണ്. സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ സെറ്റ് ഓഫ് പ്രീ കണ്ടീഷൻസ്. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് എന്താ, പ്രീ കണ്ടീഷൻസുമായിട്ട് റിലേറ്റ് ആണ്. ആദ്യമേ മുൻകൂറായിട്ട് തയ്യാറാക്കിയിട്ടുള്ള പ്രീ കണ്ടീഷൻസിന്റെ ബേസിലാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നാച്ചുറൽ സയൻസ് മോഡലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. കാരണം നാച്ചുറൽ സയൻസ് മോഡലിൽ എന്താണ്, പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അതുപോലെ തന്നെ ലോജിക്കും തിയറീസും കാര്യങ്ങളും ഇൻവോൾവ് ആണ്. അത്തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈ നാച്ചുറൽ സയൻസ് മോഡലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പ്രീ കണ്ടീഷൻസ്, ആദ്യമേ മുൻകൂറായി തയ്യാറാക്കിയിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും, അതിന്റെ ബേസിസിലാണ് നിലനിൽക്കുന്നത്. ഇതിനകത്ത് പറയുന്നതാണ് ദ പോസിറ്റിവിസ്റ്റ് പൊസിഷൻ. നമുക്കറിയാം, നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് പറഞ്ഞപ്പോ തന്നെ നമ്മൾ പറഞ്ഞു ഇത് ഒപ്പോണന്റ് ഓഫ് പോസിറ്റിവിസം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. പോസിറ്റിവിസത്തിനെ എതിർത്തിട്ടുള്ളതാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണെങ്കിൽ ഈ പോസിറ്റിവിസത്തിനെ എന്ത് ചെയ്യാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ വാട്ട് ഈസ് ദി പോസിറ്റിവിസ്റ്റ് പൊസിഷൻ എന്ന് നമുക്ക് നോക്കാം. Many sociologists believe that sociology could be based on the principles and procedure of natural science. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സോഷ്യോളജിസ്റ്റുകൾ, ഒരുപാട് സാമൂഹ്യ ശാസ്ത്രജ്ഞര് വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്നത് നിരവധി പ്രിൻസിപ്പിളും അതുപോലെ തന്നെ നാച്ചുറൽ സയൻസിനകത്തുള്ള മറ്റു പ്രൊസീജിയേഴ്സും പ്രിൻസിപ്പിളും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്നാണ് ഒരുപാട് സോഷ്യോളജിസ്റ്റ് ബിലീവ് ചെയ്യുന്നത്. ദിസ് ഈസ് ദി ബേസിക് പ്രിമൈസ് ഓഫ് പോസിറ്റിവിസം. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, പോസിറ്റിവിസം എന്ന് പറയുന്നത്. അതായത് സോഷ്യോളജി എന്ന് പറയുന്നത് നാച്ചുറൽ സയൻസിൽ ഉള്ള ഒരുപാട് പ്രിൻസിപ്പിൾസിനെയും പ്രൊസീജിയേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം സോഷ്യോളജിസ്റ്റ് ഉണ്ട്. ആ ഒരു വിശ്വാസത്തിന് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോസിറ്റിവിസം എന്ന് പറയുന്നത്. Auguste Comte believed that the application of the methods of the natural sciences would produce a positive science of society, and this could reveal that the evolution of society followed the invariable laws. അതായത് അഗസ്റ്റ് കോംറ്റ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രകൃതിശാസ്ത്ര രീതി, അതായത് നമ്മുടെ നാച്ചുറൽ സയൻസിൽ ഉപയോഗിക്കുന്ന രീതികള് നമ്മുടെ സൊസൈറ്റിയിലും എന്ത് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്, ഒരു പോസിറ്റീവ് സയൻസ് ഓഫ് സൊസൈറ്റി ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ മാത്രമല്ല
എന്താ നമ്മുടെ സമൂഹത്തിന്റെ സൊസൈറ്റിന്റെ പരിണാമം എവല്യൂഷൻ എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത നിയമങ്ങളെ പിന്തുടരുന്നുവെന്നും ഒരു പറയുന്നുണ്ട്. അഗസ്റ്റിൻ കോംറ്റ് പറയുന്നുണ്ട്. അതാണ് ഇൻവേരിയബിൾ ലോസ് എന്ന് പറയുന്നത്. വേരിയബിൾ എന്ന് പറയുന്നത് എന്താ, ചേഞ്ച് ആവും. എന്നാൽ ഇൻവേരിയബിൾ ലോസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റമില്ലാതെ, ചേഞ്ച് അല്ലാതെ അവിടെ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ലോസ്. ആ ലോസിന്റെ പിന്തുടരുന്നതാണ് എന്തെന്നാണ് പറയുന്നത്, ഈ സൊസൈറ്റി എന്ന് പറയുന്നത്. അങ്ങോട്ട് പറഞ്ഞുതരാം. അഗസ്റ്റേ കോംറ്റ് ബിലീവ് ദാറ്റ് ദി ആപ്ലിക്കേഷൻ ഓഫ് ദി മെത്തേഡ്സ് ഓഫ് നാച്ചുറൽ സയൻസസ് വുഡ് പ്രൊഡ്യൂസ് എ പോസിറ്റീവ് സയൻസ് ഓഫ് സൊസൈറ്റി. അതായത് നമ്മുടെ നാച്ചുറൽ സയൻസിനകത്തുള്ള പ്രൊസീജിയേഴ്സും ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ ഉപയോഗിക്കുമ്പോൾ അതൊരു പോസിറ്റീവ് സയൻസ് ഓഫ് സൊസൈറ്റിനെയാണ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. അപ്പൊ ഈ പോസിറ്റീവ് സയൻസ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് അത് റിവീൽ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് ദി എവല്യൂഷൻ ഓഫ് സൊസൈറ്റി ഫോളോഡ് ദി ഇൻവേരിയബിൾ ലോസ്. അതായത് ഇൻവേരിയബിൾ ലോസ്, മാറ്റമില്ലാത്ത ലോസ് പിന്തുടരുന്ന ആ ഒരു സൊസൈറ്റിനെയാണ് ഈ അഗസ്റ്റേ കോംറ്റെ പറയുന്നത്. It would show that the behavior of man was governed by the principles of cause and effect, which were just as invariable as the behavior of matter, the subject of the natural sciences. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കുറെ കോസ് ആൻഡ് ഇഫക്റ്റ് ഒക്കെ അല്ലെ. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് ഉണ്ടല്ലോ, ഒരുപാട് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസും കാര്യങ്ങളും ഉണ്ട്. ഈ പ്രിൻസിപ്പിൾസ് ആണ് നമ്മുടെ മനുഷ്യന്റെ ബിഹേവിയറിനെ നിയന്ത്രിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്, ഈ അഗസ്റ്റേ കോംറ്റെ അല്ലെങ്കിൽ ഈ പോസിറ്റിവിസം എന്ന ആ ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. അസംഷൻസ് ആണ് പറയുന്നത്. അതായത് ഈ പോസിറ്റിവിസത്തിന്റെ അസംഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ദ ബിഹേവിയർ ഓഫ് മാൻ ലൈക്ക് ബിഹേവിയർ ഓഫ് മാറ്റർ ക്യാൻ ബി ഒബ്ജക്റ്റീവ്ലി മെഷേർഡ്. അതായത് നമ്മുടെ മനുഷ്യന്റെ സ്വഭാവ സവിശേഷതകൾ ഉണ്ടല്ലോ, മനുഷ്യന്മാരുടെ ബിഹേവിയറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റും എന്നാണ് ആര് പറയുന്നത്, ഈ പോസിറ്റിവിസം പറയുന്നത്, അല്ലെങ്കിൽ ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ പറയുന്നത്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു അളവാണ്. എന്നാൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അളവല്ല. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവ് റിസർച്ചും തമ്മിലുള്ള മെയിൻ ഡിഫറെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് നമുക്ക് മെഷറബിൾ ആണ്, എന്നാൽ ക്വാളിറ്റേറ്റീവ് നമുക്ക് എന്ത് ചെയ്യില്ല, മെഷറബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റത്തെ അസംഷൻ എന്ന് പറയുന്നത് ദ ബിഹേവിയർ ഓഫ് മാൻ ലൈക്ക് ബിഹേവിയർ ഓഫ് മാറ്റർ ക്യാൻ ബി ഒബ്ജക്റ്റീവ്ലി മെഷേർഡ്. വസ്തുക്കളെ പോലെ തന്നെ നമുക്ക് മനുഷ്യന്റെ ബിഹേവിയർ മെഷർ ചെയ്യാൻ പറ്റും. ദെൻ എംഫസൈസ് ഓൺ ദി ബിഹേവിയർ ദാറ്റ് ക്യാൻ ബി ഡയറക്ട്ലി ഒബ്സർവ്ഡ്. നമുക്ക് നേരിട്ട് തന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ബിഹേവിയറുകൾക്കാണ് ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത്. നോളജ് ഡിറൈവ്ഡ് ത്രൂ വെരിഫൈഡ് ഫാക്ട്സ് ഹെൽപ്സ് ഇൻ തിയറി ബിൽഡിംഗ്. അതായത് ഓൾറെഡി വെരിഫൈഡ് ആക്കി വെച്ചിട്ടുള്ള, നിലനിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥിരീകരിച്ചിട്ടുള്ള ആ വസ്തുതകൾ ഉണ്ടല്ലോ, ആ ഫാക്ട്സ് ഉണ്ടല്ലോ, ആ ഫാക്ട്സിൽ നിന്നും ലഭിക്കുന്ന അറിവിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പോസിറ്റിവിസം മുന്നോട്ട് പോകുന്നത്. Then positivism also often take to require a particular stance in relation to value. അതായത് നമ്മുടെ വാല്യൂ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക നിലപാട് ഈ പോസിറ്റിവിസം എപ്പോഴും ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് പോസിറ്റിവിസത്തിന്റെ മെയിൻ അസംഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രീ ഓക്യുപ്പേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അതായത് ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നടത്തണമെങ്കിൽ അതിന് മുൻകൂറായിട്ട് നമ്മൾ എടുക്കേണ്ടിയിട്ടുള്ള ആ കുറച്ച് മുൻകരുതലുകൾ ഉണ്ടാവുമല്ലോ. ഒരു ഗവേഷണം നടത്തണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതെന്താണെന്നാണ് ഇനി പറയാൻ പോണത്. ഫസ്റ്റ് കോൺസെപ്റ്റ് ആൻഡ് ദെയർ മെഷർമെന്റ്സ്. ആശയങ്ങളും അതുപോലെ തന്നെ അവയുടെ അളവുകൾ എന്നാണ് പറയുന്നത്. ദ പോസിറ്റിവിസ്റ്റ് ലേണിംഗ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈസ് സ്ട്രോങ്ലി റിവീൽ ദാറ്റ് കോൺസെപ്റ്റ് ഹാവ് ടു ബി മെയ്ഡ് ഒബ്സർവബിൾ ദാറ്റ് ഈസ് മെഷറബിൾ. അതായത് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിനകത്തുള്ള കോൺസെപ്റ്റുകൾ ഉണ്ടല്ലോ, ആശയങ്ങൾ, ആ ആശയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിരീക്ഷിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ അളക്കാനായിട്ട് പറ്റുന്നതുമാണെന്നാണ് ആര് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് എന്ത്, കോസാലിറ്റി. കോസാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈസ് പ്രീ ഓക്യുപ്പൈഡ് വിത്ത് എസ്റ്റാബ്ലിഷിംഗ് ദി കോസൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺസെപ്റ്റ്. അതായത് ഈ ആശയങ്ങൾ തമ്മിലുള്ള ആ ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് ഊന്നൽ നൽകുന്നത്, നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് കോസാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദാറ്റ് ദി ജനറലൈസേഷൻ. ദ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചർ ഈസ് കൺസിഡർഡ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് ദ റിസൾട്ട് ഓഫ് എ പർട്ടിക്കുലർ റിസർച്ച് ക്യാൻ ബി ജനറലൈസ്ഡ് ബിയോണ്ട് ദി കൺഫൈൻസ് ഓഫ് ദി റിസർച്ച് ലൊക്കേഷൻ. അതായത് ഒരു പ്രത്യേക ഗവേഷണത്തിന്റെ ഫലങ്ങള് ഗവേഷണ സ്ഥലത്തിന്റെ പരിധിക്കപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാമാന്യവൽക്കരിക്കാൻ കഴിയുമെന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചർ പറയുന്നത്.
അതായത് the quantitative researcher is considered to establish that the result of a particular research can be generalized beyond the confines. അതായത് നമുക്കിപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിസർച്ചിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ആ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റു കാര്യങ്ങളും ജനറലൈസ് ചെയ്യാൻ പറ്റും എന്നാണ് ജനറലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, പകർപ്പ് അല്ലെ. Replication of established findings is often taken to be a characteristics of the natural sciences. അതായത് നമുക്ക് ഇതേപോലെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് റെപ്ലിക്കേഷൻസ് ഉണ്ട്. അത് പലപ്പോഴും നമുക്ക് ഈ നാച്ചുറൽ സയൻസസിന്റെ ഒരു സവിശേഷതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പകർപ്പാണ്. അതായത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ഫൈൻഡിങ്സിന്റെ ആ തനി പകർപ്പ് പലപ്പോഴും നമ്മുടെ പ്രകൃതി ശാസ്ത്രങ്ങളുടെ എന്തായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്, ഒരു സവിശേഷതയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. To provide a means of checking the extent to which findings are applicable to other context. അതായത് മറ്റ് സന്ദർഭങ്ങളിൽ കണ്ടെത്തലുകൾ എത്രത്തോളം ബാധകമാണെന്ന് പരിശോധിക്കുന്നതിനുള്ള ഒരു മാർഗവും ഇതിലൂടെ സാധ്യമാകുന്നു. കാരണം റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പകർപ്പാണ്. നമുക്ക് ആദ്യമേ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ഒരു ഫൈൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് സന്ദർഭങ്ങളിലും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്തിട്ട് കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇൻഡിവിജ്വലിസം. It tends to treat individual as the focus of empirical inquiry. അതായത് ഈ എംപിരിക്കൽ ഇൻക്വയറിന്റെ കേന്ദ്രം അല്ലെങ്കിൽ ആ സെന്റർ എന്ന് പറയുന്നത് ആരെയാണ് കണക്കാക്കുന്നത്, ഇൻഡിവിജ്വലിനെയാണ് കണക്കാക്കുന്നത്. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ടെക്നിക്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വിച്ച് യൂസ്ഡ് ദി ഇൻഡിവിജ്വൽ ആസ് ദി സോഴ്സസ് ഓഫ് ഡാറ്റ ലാർജ്ലി ഇൻഡിപെൻഡന്റ്ലി ഓഫ് അതർ ഇൻഡിവിജ്വൽസ്. അതായത് മറ്റ് വ്യക്തികളിൽ നിന്നും സ്വതന്ത്രമായിട്ട് വ്യക്തിയെ ഡാറ്റയുടെ ഉറവിടമായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സാങ്കേതിക വിദ്യകൾ എന്തിലുണ്ട്, നമ്മുടെ ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഉണ്ട്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു വ്യക്തികളിൽ നിന്നും സ്വതന്ത്രമായിട്ട് വ്യക്തിയെ ആ ഡാറ്റയുടെ ഒരു ഉറവിടമായിട്ടും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഇൻഡിവിജ്വലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്തൊക്കെയാണ് പ്രീ ഓക്യുപ്പേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ആൻഡ് ദെയർ മെഷർമെന്റ്സ്, കോസാലിറ്റി, ജനറലൈസേഷൻ, റെപ്ലിക്കേഷൻ ആൻഡ് ഇൻഡിവിജ്വലിസം. ഈ 5 കാര്യങ്ങളാണ് കേട്ടോ. ഇത് മാത്രമല്ല ഉള്ളത്, ഇതിലും ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ടും ഈ 5 കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നാണ്. സോഷ്യൽ സയൻസ് റിസർച്ചിലുള്ള 2 അപ്രോച്ചുകളാണ് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും. അതിൽ ക്വാളിറ്റേറ്റീവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പോസിറ്റീവ്സ് എന്താന്ന് നമ്മൾ പറഞ്ഞു, പോസിറ്റീവ്സത്തിന്റെ അസംഷൻസ് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന് മുൻപ് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു.